2.5 വയസ്സുകാരിയെ കാണാതായതിൽ അന്വേഷണം ഊർജിതം. മൂന്ന് ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. स्कूटर वाला उधर रोक के കൊണ്ടുവരണതാണ് കണ്ട എടുത്തോണ്ട് ഞാൻ പൊതിഞ്ഞു കൊണ്ടുവരണതാണ് കണ്ടത്. बच्चा गुम हो गया था, मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ദൃശ്യങ്ങൾ 24-ന്. കുട്ടിയെ ലഭിച്ചതിന് 30 മീറ്റർ മാറിയുള്ള സ്ഥലമാണിത്. ദൃശ്യങ്ങളിൽ ഒരു യുവതിക്കൊപ്പം കുഞ്ഞിനെ കാണാം. അറപ്പുര വിളാകത്ത് നിന്ന് ചാക്ക ITI ഭാഗത്തേക്കുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. സംഭവസ്ഥലത്ത് DCPയുടെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങി. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ CCTV ദൃശ്യങ്ങളിൽ എന്താണ് കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ സംബന്ധിച്ച് ഈ പേട്ട തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിർണായകമാകുന്ന CCTV ദൃശ്യമാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കും മുൻപ് നമുക്കറിയാം, ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് ഏതാണ്ട് 300 മീറ്റർ മാത്രം ഇപ്പുറമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലം. അവിടെ ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. സയന്റിഫിക് എക്സ്പെർട്സ്, ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ഈ പരിശോധനയിൽ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്നലെ തന്നെ നിരവധി തവണ പറഞ്ഞതാണ്, അതായത് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഒരു പൊന്തക്കാട്, അതിലെ ചതുപ്പിലാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഇപ്പോൾ പോലീസിന്റെ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. DCP നിതിൻ രാജ് നേരിട്ടാണ് ഈ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. വേണു, ഈ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് കടന്നത് ഇങ്ങനെയാണ്. അതായത് നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഒന്നൊരു 30 മീറ്റർ മുന്നോട്ട് പോയാൽ, അത് ഈ ഭാഗത്തേക്കാണ്, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക്, തിരുവനന്തപുരം പേട്ട ഭാഗത്തേക്ക് ഒരു 30 മീറ്റർ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇതേ ചതുപ്പ്, അതല്ലെങ്കിൽ ഇതേ കാട് പിടിച്ച സ്ഥലം, അതൊരു 30 മീറ്റർ ഒന്നുമില്ല വേണു, ഒരു വളരെ അടുത്താണ്. ഈ കാട് പിടിച്ച സ്ഥലവും കഴിഞ്ഞ് നമ്മൾ മുന്നേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു കെട്ടിടം കാണാം. ആ കെട്ടിടമാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായും മുന്നോട്ടുള്ള ഒരു അറപ്പുര വിളാകം റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസാണ് കെട്ടിടം. ആ കെട്ടിടത്തിന് തൊട്ട് സമീപത്തൊരു കുളമുണ്ട്. ഈ കുളത്തിലാണ് സാധാരണഗതിയിൽ ഈ നാടോടി സംഘം അടക്കമുള്ള ആളുകൾ ഈ കുളിക്കാൻ വേണ്ടി എത്തുന്നത്, അല്ലെങ്കിൽ അവർ തുണിയലക്കാനും കുളിക്കാനും വേണ്ടിയൊക്കെ എത്തുന്നത് അവിടെയാണ്. അവിടുത്തെ CCTV ദൃശ്യം DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ഇന്ന് 1 മണിക്കൂറോളം സമയമെടുത്ത് പരിശോധിച്ചതിൽ നിന്ന് വൈറ്റലായ മറ്റൊരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ CCTV ദൃശ്യം എന്ന് പറയുന്നത് ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസിന് പിന്നിലൊരു റോഡുണ്ട്. ഈ ആളുകൾക്ക് നിൽക്കുന്ന ആ ഭാഗത്തിന് തൊട്ടപ്പുറത്തേക്ക്, കുളത്തിനും അപ്പുറത്തേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് ചെന്നെത്തുന്നത് ചാക്ക ITI ഭാഗത്തേക്ക് ഒരു ഇടറോഡാണ്. ആ ഇടറോഡിലെ ഒരു CCTV ദൃശ്യമാണ് ആ പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളുള്ള ആണോ പെണ്ണോ അവരാണ് കുട്ടിയെ എടുത്തതെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ആ CCTV ദൃശ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാൾ, അത് നമുക്ക് ആ രൂപം നമ്മളത് പറയുന്നില്ല, ആണോ പെണ്ണോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അന്വേഷണത്തെ സംബന്ധിച്ച വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ഒരാൾ നടന്നു പോകുന്നതും തിരിച്ചു വരുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്ന, അല്ലെങ്കിൽ പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തലനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന്റെ ആ ഭാഗത്ത് നിന്ന് ചാക്ക ITIയിലേക്ക് പോകുന്ന വഴി, ആ വഴിയിലാണ് ഈ കുട്ടിയുമായി എത്തിയത്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾ എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ആ സംശയം അടിസ്ഥാനമാക്കിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി കൃത്യമായി പറയുകയാണെങ്കിൽ വേണു, ഈ കെട്ടിടത്തിന് പുറകുവശത്തുകൂടി നടന്ന് കയറി വലത്തുവശത്ത് നമ്മൾ കാണുന്നത് പോലെ തന്നെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ, ഈ പൊന്തക്കാടിന്റെ സമീപത്തോടുകൂടി, ഈ മതിലെന്ന് പറയുന്നത് ബ്രഹ്മോസിന്റെ മതിലാണ്, അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ബ്രഹ്മോസിന്റെ മതിലാണ്. ആ പൊന്തക്കാടുകൾക്കിടയിൽ കൂടി കയറി ഈ ചതുപ്പിലേക്ക് പോയി ഈ ചതുപ്പിൽ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെട്ടു പോകാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കരുതുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അന്വേഷണ നടപടികൾ പോലീസ് നടത്തുന്നുമുണ്ട്. ഇനി ഈ റെയിൽവേ ട്രാക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ റെയിൽവേ ട്രാക്കിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രീതിയിൽ വലതുവശത്താണ് ഈ പൊന്തക്കാടും കുട്ടി ഉപേക്ഷിച്ച സ്ഥലവും ഉള്ളത്. ഇടതുവശത്തൊരു ക്ഷേത്രം
ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ ജനവാസ മേഖല, അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം അവിടെയാണ്. സാധാരണഗതിയിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം നിരവധി ട്രെയിനുകൾ പാസ് ചെയ്യും. മാത്രവുമല്ല വലിയ തിരക്ക്, ഈ ട്രെയിനിൻ്റെ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കുട്ടിയെ അവിടെ കൊണ്ട് ഉപേക്ഷിക്കാം. ആരുടെയും കണ്ണിൽ പെടാതെ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന ആ CCTV ദൃശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന നടപടികൾ നടക്കുകയാണ്. പോലീസിന്റെ ലിസ്റ്റിൽ കുറച്ചധികം പേരെ സംശയമുണ്ട്. പോലീസ് അവരെ കേന്ദ്രീകരിച്ചടക്കം നിരീക്ഷണവും അന്വേഷണവും നടക്കുന്നു. ഇപ്പോൾ 3 സംഘത്തിൽ 1 സംഘമാണ് ഇവിടെ ഈ പരിശോധന നടപടികൾ നടത്തുന്നത്. മറ്റ് 2 സംഘങ്ങൾ ഈ പ്രതികൾക്ക്, ഇവർക്കിപ്പോൾ സംശയം തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് നടത്തുകയാണ്. ഏതായാലും ഈ ക്രൈം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ക്രൈമിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്ന ഒരു സ്ഥലം അത് ഇതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അങ്ങനെ തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ ഞെട്ടലുണ്ടാക്കിയ ഏതാണ്ട് 19 മണിക്കൂറോളം കേരളത്തെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. എന്താണ് ആ ബിഹൈൻഡ് ദ സീൻ, ആ കഥ എന്താണ് എന്നുള്ള കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച് പറയുന്നത്. ഒരു പക്ഷേ തെളിവ് ശേഖരണത്തിന് ശേഷം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോ DCP ഒരു വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും എന്തായിരുന്നു നടന്നതെന്നുള്ള കാര്യം ഔദ്യോഗികമായി പറയും. പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്നത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ്. പക്ഷേ അതിന് മോട്ടീവായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ദുരൂഹതകളും ഒക്കെ ഉയരുന്നുണ്ട്. ഒരു പക്ഷേ പരിചയമുള്ള, ഈ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആകാം. അതൊക്കെ ആകാം, സാധ്യതകൾ മാത്രമാണ്. അത്തരം സാധ്യതകളും പോലീസ് വിശദമായി പരിശോധിച്ച് വരുന്നത്. ഏതായാലും കുട്ടി താനെ എഴുന്നേറ്റ് നടന്നു വരാനുള്ള സാധ്യത അത് ഇന്നലെ വൈകിട്ടൊക്കെ പോലീസ് സംശയിച്ചെങ്കിലും അത് പോലീസ് തള്ളുകയാണ്. കാരണം ഈ പൊന്തക്കാട്ടിലേക്കൊന്നും കുട്ടിക്ക് വരാൻ കഴിയില്ല. കാരണം തിരക്കുള്ള റെയിൽവേ പാതയാണ്. ഈ റെയിൽവേ പാത ക്രോസ് ചെയ്ത് നമുക്ക് തന്നെ വരാൻ ഏതാണ്ട് 10 മിനിറ്റിലധികം സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഗ്യാപ്പിൽ എങ്ങനെ കുട്ടി ഇവിടേക്ക് എത്തും എന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ സാധ്യത തള്ളുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എടുത്തുകൊണ്ടുപോയ ശേഷം ഇത് വിവാദമായപ്പോൾ, വലിയ വാർത്തയായപ്പോൾ, ടെലിവിഷനിലാകെ വലിയ വാർത്ത വന്നപ്പോൾ ഭയപ്പെട്ട് വൈകിട്ട് ഇരുട്ട് വീണ ശേഷം, അതായത് രാത്രിക്ക് ശേഷം ഈ റോഡുകളിൽ, ഈ പ്രധാനപ്പെട്ട വഴികളൊന്നും പോകാതെ അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ തൊട്ടുപിറകിലെ ഇടറോഡ്, ചാക്ക ITA റോഡ്, ചാക്ക ആ റോഡ് എന്ന് പറയുന്നത് ചെന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ഓൾ സയൻസ് ചാക്ക ടു ശംഖുമുഖം വരുന്ന പ്രധാനപ്പെട്ട റോഡിലേക്ക് എത്തുന്ന ഒരു റോഡാണ്. അപ്പോൾ ഒരു പക്ഷേ കുട്ടി ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് റോഡ് സൈഡിലായിരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അതിനുശേഷം അവിടെയൊക്കെ കറങ്ങി ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആ ഇടറോഡ് വഴി കയറി ഇവിടേക്ക് വളരെ സുരക്ഷിതമായിട്ടൊരു സ്ഥലം, അതൊരു പക്ഷേ അങ്ങനെ കൊണ്ടിടുന്നതിൻ്റെ മോട്ടീവ് കുട്ടി തന്നെ എഴുന്നേറ്റ് വരാൻ വന്നതാകാമെന്നുള്ള സാധ്യതകൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക്, ക്രൈം സീനിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. അവരുടെ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച്, തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം, കുട്ടിയെ കണ്ടെത്താൻ, കുട്ടിക്ക് ഒരു പരിക്ക് പോലുമില്ലാതെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ സകല സർവൈലൻസിനും നടുവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് പോലീസിന് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ പ്രതിയിലേക്ക് എത്തുക. ഇപ്പോൾ പോലീസ് അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വേണു, അത് നമ്മൾ ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് മാത്രം പുറത്തു പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് നൽകി. സ്വാഭാവികമായും അന്വേഷണത്തിൽ നമുക്ക് സഹകരിക്കേണ്ടി വരുന്നു. പക്ഷേ ഇന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു ക്ലൈമാക്സിലേക്ക് പോലീസ് കടക്കും. വേണു, 2 വയസ്സുകാരിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആര് എന്നതിനെ പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.